ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ സ്റ്റാറ്റസ്, ഫോട്ടോ, ആൾക്കാരെ കാണിക്കണം, ആവശ്യങ്ങൾ ഇതൊക്കെ അല്ലേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ അല്ലേ? അല്ലേ മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ബർത്ത്ഡേ നിനക്കേ ഓർമ്മയില്ല. അത് ഓർമ്മിച്ച് വെച്ച യവനാണ് നിന്റെ യഥാർത്ഥ അനിയൻ. നല്ലത് മക്കളെ. ഓക്കെ ഹാപ്പി ബർത്ത്ഡേ. അനിയന്റെ ഉദ്ദേശം എന്താ? ബർത്ത്ഡേ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കും? ബർത്ത്ഡേ ആഘോഷിക്കുക, കേക്ക് മുറിക്കുക അല്ലേ? അതത്രേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം. നിന്റെ ഉദ്ദേശം ഏകദേശം എനിക്ക് മനസ്സിലായി. അത് മതി, ഏകദേശം മനസ്സിലായല്ലോ. സ്റ്റാറ്റസ്, കേക്ക് കട്ടിങ്, ആൾക്കാരെ കാണിക്കണത്. പക്ഷെ മോനെ, ചേച്ചി ഒരു കാര്യം പറയട്ടെ. വെറുതെ ചേച്ചിക്ക് കുറെ ഹോപ്പ് തരരുത്. പിഞ്ച് ഹൃദയാണ്, പെട്ടെന്ന് സങ്കടം വരും. ചേച്ചി ചെല്ലി ചേച്ചി, നമ്മള് പറഞ്ഞ ഉള്ളതായിരിക്കും. മക്കളെ പോയി റെഡിയാവ്, നമുക്ക് എന്തായാലും അടിച്ച് പൊളിക്കാം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പോന്ന് നോക്കിയാ മോട്ടോർ ഓഫ് ചെയ്തേക്ക്. വെള്ളം പോണ്. ചേട്ടാ, നമുക്ക് അച്ഛനും അമ്മയെ വിളിക്കണ്ടായിരുന്നു. ഓ, എന്നിട്ട് വേണം അവര് വന്നിട്ട് എന്നെ ഏറി കയറ്റാൻ. കുറച്ച് ആളെ ഇറക്കായിരുന്നു. എന്റെ കയ്യിലുള്ള ഫുള്ള് ഫണ്ട് ഇറക്കിയിട്ടാണ് ഇത് ഇത്രയെങ്കിലും ഒപ്പിച്ചത്. ഇനി ആൾക്കാരെ കൂടെ ഇറക്കത്തിന്റെ കുറവേ ഉള്ളൂ. നോക്ക് മക്കളെ, പാറുവേ നീ ചേച്ചിയെ വിളിച്ചോണ്ട് കേക്ക് എടുത്ത് വെച്ചിട്ട് വിളിച്ചാൽ മതി. ഹായ് പോപ്പർ. എന്റെ വില. 150 രൂപയുടെ സാധനം എടുത്ത് കളിച്ചോണ്ടിരിക്കണം. 150 രൂപയാണെങ്കിലും ഇത് പൊട്ടുന്നില്ല. പൊട്ടുന്നില്ലേ? തേച്ചാ 150, 300 രൂപയാണ് കണ്ടു വിടുകയാണ്. പൊട്ടല്ലേ? നീ നോക്കിയാ? എടാ, എന്റെ പേടിക്കണ്ട, 1-2 സ്പെയർ സെറ്റപ്പാകാനുണ്ട്. സെറ്റപ്പൊക്കെ കൊള്ളാം, പക്ഷേ ഞാൻ വിചാരിച്ച അത്ര എത്തിയില്ല. എന്താന്ന് സെറ്റപ്പ്, ഡെക്കറേഷനൊക്കെ തൽക്കാലത്തിന് ഇത്രയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ ചേച്ചി. പിന്നെ വാ, കട്ട് ചെയ്യാം. ഇവിടെ ആരും ഇല്ല. ഇവിടെ അമ്മൂമ്മ വേണ്ടേ, കനകാന്റി വേണ്ടേ, ചിറ്റപ്പൻ വേണ്ടേ? ഇവരൊക്കെ എവിടെ പോയി? ചിറ്റപ്പ ഒരു സ്ഥലം വരെ പോയത്. അമ്മൂമ്മയും കനകാന്റി എവിടെ പോയെന്ന് എനിക്ക് പറഞ്ഞു. എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന മോശമല്ലേ? ഇൻവോൾവ് ആയി. ശരിക്കും ഇന്നല്ല എന്റെ ബർത്ത്ഡേ. അത് പ്രശ്നാവോ? ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്നല്ലെന്ന് എനിക്ക് അറിയാം. അതെന്തൊരു പ്രശ്നം? നല്ല ഫോട്ടോസ് എടുത്ത് തന്നെ ഞാൻ പല ആംഗിളിൽ സ്റ്റാറ്റസ് ഇട്ട് തകർക്കും. നോക്കിക്കോ മക്കളെ. എടാ കേശേ, ഇതെന്തോ സെറ്റപ്പ്, സൂപ്പർ. എല്ലാം ഉണ്ടല്ലോ. എന്റെ പിറന്നാൾ ആശംസകൾ. ഇതെനിക്ക് നിന്റെ പിറന്നാളല്ലേ? പിടിച്ചോ, നന്നായി വേട്ടാ. ചിറ്റപ്പനറിയോ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. താങ്ക് യു. ഓക്കെ, വെൽക്കം വെൽക്കം. കേക്ക് മുറി, കേക്ക് മുറി. അയ്യോ, അവരോടെ പോയി. അവരോട് വന്നിട്ട് കേക്ക് മുറിക്കണല്ലേ രസം. എന്നാലല്ലേ ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് എന്തായാലും കട്ട് ചെയ്യാം. അവര് വരുമ്പോ വരട്ടെ. ഫോട്ടോ എടുക്കണോ, സ്റ്റാറ്റസ് ഇടണോ? പിന്നെ വേണ്ടേ? അതെല്ലാരോടും വേണ്ടേ? എന്നാലേ ഒരു കളറാവൂ. ചേട്ടാ, കേക്ക് മുറി. ഇത് വേറെ അതിന്റെ കേക്ക് മുറി, കേക്ക് മുറി. എന്തായാലും പൊളിച്ചനിയാ. നീ കൊടൈക്കനാലല്ല, നീ ഇന്ത്യ മൊത്തം കറങ്ങിട്ട് വാ. കാശി ചേച്ചി വരുവാടാ. അതാണ് എന്റെ ചേച്ചി. കണ്ടാ ഇതെന്തുവാ? എന്നാ ഇത് പെരിയ സെറ്റപ്പ്? ലച്ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്നോ? മാമിക്ക് ഓർമ്മയില്ലേ? പക്ഷെ യവൻ ഓർമ്മയുണ്ടായിരുന്നു. അതാണ് അനിയെന്ന് പറഞ്ഞു. എന്തോന്നറിയ ഇന്നല്ലേ? അല്ല, എനിക്ക് ഡേറ്റ് ഓർമ്മയില്ലെന്നേ ഉള്ളൂ. ഇന്നല്ല അവളുടെ ബർത്ത്ഡേ. നല്ല പെരുമഴയുള്ള ഒരു ദിവസമായിരുന്നു. പെരുമഴയുള്ള ദിവസം വേനൽ മഴ വല്ലതും ആയിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പം മറ്റേ അറബിക്കടലിൽ വല്ല ഓക്കി കൊടുങ്കാറ്റ് വല്ല വന്നാണ് ചേച്ചി ജനിച്ച ദിവസമല്ലേ? അല്ലല്ലല്ല, ജൂണിലോ ജൂലൈയിലോ അങ്ങാണ്ട. സുരേന്ദ്ര,
നിനക്ക് ഓർമ്മയില്ലയോ? ഒരു മിനിറ്റ്. അമ്മ എന്തിനു വിളിക്കണം? ആ ചേട്ടത്തി, നമ്മളെ ലച്ചുവിന്റെ പിറന്നാളെന്ന്? ആ ശരി. എടി ജൂലൈയിലല്ലേ നിന്റെ പിറന്നാള്? ആ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്. அப்படினா அப்பதானே செலிப்ரேட் பண்ணனும், இப்போ எதுக்கு? അതാണ് ഇപ്പൊ ഇതിങ്ങനെ കാണിച്ചത്. അത് കുഴപ്പമില്ല, നമുക്കിപ്പോ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം. എന്നിട്ട് ഫോട്ടോ എടുത്ത് ജൂലി ഇട്ടാ പോരെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.